ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാനായിട്ടും നല്ല സൂപ്പർ ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടേക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടുനോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാനിവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു 750 ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് ചതച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ അളവിലാണ് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റിന് കുരുമുളക് ചതച്ചത് തന്നെ ചേർത്ത് കൊടുക്കുക. പൊടിയേക്കാളും നല്ലത് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടൊന്നും നല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് തവയിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക. അപ്പോൾ ഒരു സൈഡ് നമുക്കൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമുക്കിനി ഇത് ഒരുപാട് സമയം തൊട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. 2 സൈഡൊന്നും ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ 2 സൈഡും ഒന്ന് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനെല്ലാം ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതും കൂടിയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ബാക്കിയുള്ളതും കൂടിയും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 10 അല്ലിയോളം വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതും 1 പീസ് ഇഞ്ചി ചതച്ചെടുത്തതും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ സവോളയെല്ലാം നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം. അപ്പോൾ സവോളയിൽ നന്നായിട്ട് തന്നെ ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്കിനി ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലൊരു 2 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് ഏകദേശം ഒരു മിനിറ്റോളൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് സമയത്ത് തക്കാളി ഉടഞ്ഞു പോകുന്ന രീതിയിൽ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ ചേർത്തതിന് ശേഷം നമുക്കിതിൽ ഒന്നും കൂടി വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ തക്കാളിയെല്ലാം ഉടഞ്ഞു പോവാതെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ തക്കാളിയെല്ലാം ഈ ഒരു രീതിക്ക് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഒരു മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനൊന്നും കൂടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ
നമ്മുടെ ചിക്കനെല്ലാം ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ഇതുപോലെ എണ്ണയെല്ലാം മുകൾ ഭാഗത്ത് നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ എന്നും ഒരേ രുചിയിൽ തന്നെ തയ്യാറാക്കാതെ വ്യത്യസ്തമായി ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ലൈക്ക് തരാനും പുതിയ റെസിപ്പീസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. എന്നിട്ട് തൊട്ട് വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്കൊരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്